പക്ഷെ ഇനിയും റിസ്ക് എടുത്താൽ അത് മാളുവിന്റെ കാര്യം കൂടി കുഴപ്പത്തിലാകുമെന്ന് കരുതിയാ അവർക്ക് അബോർട്ട് ചെയ്യേണ്ടി വന്നത്. മുരളിയേട്ടാ, ഇനിയിപ്പോ നമ്മൾ എന്താ അവളോട് പറയാ? ഞാനും അതേപ്പറ്റി തന്നെ ആലോചിക്കുന്നേ. അവളിത് അറിഞ്ഞിട്ടുണ്ടാവോ ടീച്ചറെ? ഇല്ല. ഇപ്പോഴത്തെ കണ്ടീഷനിൽ മാളുവിൽ നിന്നും ഇത് തൽക്കാലം മറച്ചുവെക്കാനാ ഡോക്ടറും പറയുന്നത്. ഇത്രയും വീക്കായിട്ടിരിക്കുന്ന അവസ്ഥയിൽ ഈ ഒരു സങ്കടം കൂടി അറിയുമ്പോൾ അവൾ ആകെ തളർന്നു പോകും. അത് നേരാ. തൽക്കാലം മാളുവിനോട് ഇത് പറയാതിരിക്കുന്നത് തന്നെയാ നല്ലത്. ഇങ്ങനെ ഒരു കുഴപ്പം സംഭവിക്കാൻ വേണ്ടി എന്തുണ്ടായെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. രാവിലെയും കൂടി അവക്കും കുഞ്ഞിനും വേണ്ടി നേർച്ചയും വഴിപാട് നടത്തിയിട്ടാ വന്നത്. എന്നിട്ടും നീ അവളോട് ഇത്തിരി കരുണ കാണിച്ചില്ലല്ലോ ഭഗവാനെ. ഏതായാലും സംഭവിച്ചത് സംഭവിച്ചു. ഇനി ഈ ദുഃഖത്തിൽ നിന്നും മാളുവിനെ എങ്ങനെ കരകയറ്റാമെന്ന നമ്മളെല്ലാവരും കൂടി ചേർന്ന് ചിന്തിക്കേണ്ടത്. ജോബിന് അറിഞ്ഞോ ടീച്ചറെ? ഇല്ല. അവൻ കുറച്ചു മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവനോട് ഞാൻ ഒന്നും പറഞ്ഞില്ല. ഇനി ചെന്നിട്ട് വേണം അവനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ. മാളുവിനെ പോലെ അവനും ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാ ഈ കുഞ്ഞിനെ. ഇനി ആ സങ്കടം കൂടി കാണേണ്ടി വരും. എങ്ങനെ ഇത് അവനോട് പറയുമെന്നാ ഞാനും ആലോചിക്കുന്നത്. അപ്പോ ഇന്ന് മാളുവിനെ റൂമിലേക്ക് കൊണ്ടുവരില്ലേ? 2 ദിവസം ഒബ്സർവേഷനിൽ കണ്ടിന്യൂ ചെയ്യണമെന്നാ സ്റ്റെല്ല ഡോക്ടർ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എല്ലാവരും കൂടി ഇവിടെ നിൽക്കേണ്ട കാര്യമുണ്ടോ? നമുക്കെന്തായാലും അകത്തേറി കാണാൻ പറ്റില്ലല്ലോ. അതുമാത്രമല്ല, ജോബിനും അവിടെ തനിച്ചല്ലേ. എന്നാ പിന്നെ ഞാൻ പോയിട്ട് നാളെ വരാം. എങ്കിൽ ടീച്ചർ വരും, ഞാൻ വീട്ടിലാക്കാം. എനിക്ക് ഓഫീസിലൊന്ന് കയറേണ്ട ആവശ്യമുണ്ട്. എന്നാ പിന്നെ മുരളിയും നാളെ വന്നാ മതി. ഇവിടെ ഇപ്പൊ ഞാനും അശ്വതി ഉണ്ടല്ലോ, ഞങ്ങൾ നിന്നോളാം ഇവിടെ. വീട്ടിൽ നിന്ന് വേറെ എന്തെങ്കിലും എടുക്കേണ്ട കാര്യമുണ്ടോ? ഇന്നിനി ഒന്നും വേണ്ട മുരളിയേട്ടാ. നാളെ മുരളിയേട്ടൻ വന്നിട്ട് ഞങ്ങൾ പോയി ഫ്രഷായി വരാം. അഥവാ മാളുവിനെ കാണാൻ ഒരു അവസരം ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടാവണേ അശ്വതി. ഒരു കാരണവശാലും ഇപ്പൊ അവളെ ഇത് അറിയിക്കരുത്. 1-2 ദിവസം കഴിഞ്ഞ് ഡോക്ടർ തന്നെ അവളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളും. ഇല്ല ടീച്ചറെ, ഞാനായിട്ട് അവളോട് ഒന്നും പറയില്ല. അവളെ ഫേസ് ചെയ്യുന്ന കാര്യം ആലോചിക്കുമ്പോ തന്നെ എനിക്ക് പേടിയാവുക. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ അശ്വതി. ഇന്ദിരാമേ, പോയിട്ട് വരാം. എന്തോ ഒരു അനിഷ്ടം കിടന്ന് കളിക്കുന്നുണ്ട് അശ്വതി. അതുകൊണ്ടാ ഈ അനർത്ഥങ്ങളൊക്കെ സംഭവിക്കുന്നത്. അതെങ്ങനാ? ഒരു കുഞ്ഞുണ്ടാകാന്ന് പറഞ്ഞാലേ അതിനൊരു ദൈവാനുഗ്രഹം കൂടി വേണം. എന്തോ ഈശ്വരാധീനക്കുറവുണ്ട്. അതിപ്പോ നമ്മുടെ കൊച്ചിന്റെ ഭാഗത്താണോ അതോ ടീച്ചറിന്റെ മോന്റെ ആണോ, അതൊന്നും എനിക്കറിയാൻ വയ്യ. ഇതൊക്കെ കഴിഞ്ഞിട്ട് മൊത്തത്തിലൊന്ന് സമയം നോക്കിക്കുന്നതാ നല്ലത്. എന്തെങ്കിലും പരിഹാരക്രിയ ഉണ്ടെങ്കിൽ അതങ്ങ് ചെയ്താൽ പിന്നെ സമാധാനം ഉണ്ടാവുമല്ലോ. മിസ്റ്റർ നന്ദകുമാർ, നിങ്ങളൊരു മാന്യനാണെന്ന് കരുതിയാണ് കഴിഞ്ഞ ഇത്രയും നാളായിട്ട് ഞാൻ സഹകരിക്കുന്നത്. പക്ഷേ നിങ്ങളുടേത് വെറുമൊരു പുറമോടി മാത്രമാണെന്ന് ഇപ്പം എനിക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. സോറി സാർ, പുറമോടിക്ക് വേണ്ടി മാന്യതയുടെ കുപ്പായം അണിഞ്ഞു നടക്കുന്ന ഒരാളല്ല ഞാൻ. നാളിതുവരെ എന്നെ പരിചയപ്പെട്ട ഒരാളും ഇപ്പൊ സാർ ഒഴികെ ആരും പറഞ്ഞ ഞാൻ കേട്ടിട്ടുമില്ല. ആട്ടെ, എൻ്റെ ഈ മാന്യത ഒരു പ്രസന്റേഷൻ മാത്രമാണെന്ന് സംശയിക്കാൻ ഇപ്പൊ എന്താ ഉണ്ടായത്? എന്താ ഉണ്ടായതെന്ന് ഇനി ഞാൻ താങ്കളോട് വിശദീകരിക്കണം. എന്റെ മകളെവിടെ? എന്തിനാണ് നിങ്ങൾ എൻ്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് ആവശ്യമില്ലാതെ കടന്നു വരുന്നത്? എൻ്റെ മകൾ ആവശ്യപ്പെട്ടിട്ടോ അതോ ഭാര്യ ആവശ്യപ്പെട്ടിട്ടോ? ഏതാണെങ്കിലും ഞാൻ അതൊന്ന് എന്റർടൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. സാർ, കാര്യങ്ങൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കാതെയാണ് സാർ ഈ സംസാരിക്കുന്നത്. ആവശ്യമില്ലാതെ ഒരാളുടെയും സ്വകാര്യ ജീവിതത്തിൽ വലിഞ്ഞു കയറി ഇടപെടേണ്ട ആവശ്യം എനിക്കില്ല.
ബൈ പ്രൊഫഷൻ ഞാനൊരു അഡ്വക്കേറ്റ് ആണെങ്കിലും എൻ്റെ സ്വകാര്യ ജീവിതത്തിൽ ഞാൻ പുലർത്തുന്ന ചില മൂല്യങ്ങളുണ്ട്. അതിന് കോട്ടം തട്ടുന്ന ഒന്നും എൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ സ്വകാര്യ ജീവിതത്തിൽ ആവശ്യമില്ലാതെ തലയിടേണ്ട ആവശ്യവും എനിക്കിതുവരെ വന്നിട്ടില്ല. പിന്നെ അപ്പുവിൻ്റെ കാര്യമാണ് സാർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ശരിയാണ്. മുമ്പ് 1-2 പ്രാവശ്യം അപ്പുവിനെ എനിക്ക് സംരക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് അപ്പുവിൻ്റെയും ഗീതാമേഡത്തിൻ്റെയും പൂർണ്ണ ബോധത്തോടു കൂടിയാണ്. അതിൽ തെറ്റായിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് ഇതുവരെ അവർക്കോ എനിക്കോ തോന്നിയിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നുണ്ട് മിസ്റ്റർ, ആ കുടുംബത്തിന്റെ ഗൃഹനാഥൻ എന്ന നിലയിൽ എനിക്കാണ് അതിന്റെ സുരക്ഷയും സംരക്ഷണവും. എന്റെ ഉത്തരവാദിത്തമാണത്. ഞാൻ ജീവിച്ചിരിക്കെ എന്നോടുകൂടി ആലോചിക്കാതെ എന്റെ ഉത്തരവാദിത്തങ്ങൾ മറ്റൊരാളെ ഏറ്റെടുക്കുന്നത് എനിക്കിഷ്ടമല്ല. അതെന്നെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. അത് ആരാവശ്യപ്പെട്ടതാണെങ്കിൽ കൂടി. പോട്ടെ, പാസ്റ്റ് ഈസ് പാസ്റ്റ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാഞ്ഞു പോയതുകൊണ്ട് ഞാനതൊക്കെ ക്ഷമിക്കാനും സഹിക്കാനും തയ്യാറാണ്. പക്ഷെ ഇനി അങ്ങോട്ടുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ പുറത്തുനിന്ന് ഒരാളുടെ സേവനം ആവശ്യമില്ല. ഐ തിങ്ക് ഞാൻ പറഞ്ഞു വന്നത് നന്ദന ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഓഫ് കോഴ്സ് സാർ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സാറിൻ്റെ ആഗ്രഹം പോലെ ഇനി ഒരു കാര്യങ്ങളിലും ഇടപെടാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം. ശ്രമിച്ചാൽ പോരാ, അത് നടന്നേ പറ്റൂ. പക്ഷെ അതിനു മുമ്പ് എനിക്ക് എൻ്റെ മകളെ നിങ്ങൾ തിരിച്ചു തരണം. സോറി, എനിക്ക് മനസ്സിലായില്ല. എൻ്റെ മകൾ എവിടെയുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഇനിയോ അത് എന്നോട് വെളിപ്പെടുത്താതിരിക്കുന്നത് ഒരു ക്രിമിനൽ ഒഫൻസാ. എന്താ നിങ്ങൾ തിരിച്ചു കളഞ്ഞത്? ഈ നാട്ടിലെ നിയമവ്യവസ്ഥയെക്കുറിച്ച് എനിക്കും കുറച്ച് അറിവൊക്കെ ഉണ്ട്. അതിന് ഞാൻ തർക്കിക്കുന്നില്ല സർ. പക്ഷേ എനിക്കറിയാത്തൊരു കാര്യത്തെ നിങ്ങൾ ചെയ്തു തന്നേ പറ്റൂ എന്ന് വാശി പിടിക്കുമ്പോൾ അത് നടത്തിത്തരാൻ സോറി, എനിക്ക് മാജിക് ഒന്നും അറിയില്ല സർ. നിങ്ങളെന്താ മിസ്റ്റർ, എന്നെ പരിഹസിക്കുകയാണോ? അല്ല സർ, ഞാൻ വാസ്തവം പറഞ്ഞാണ്. അപ്പുവിനെ കുറിച്ച് ഗീതാ മേഡത്തിന് അറിയുന്ന കാര്യങ്ങളെ എനിക്കും അറിയും. അല്ലാതെ സാറ് കരുതും പോലെ അപ്പു എവിടെയാണെന്നോ ആരുടെ സംരക്ഷണയിലാണെന്നോ ഇപ്പോഴും എനിക്കറിയില്ല. ഇനി സാറിൻ്റെ അറിവിലേക്ക് ഒരു കാര്യം കൂടെ പറയാം. അപ്പു ഹോസ്പിറ്റലിൽ കുറച്ചുനാൾ എൻ്റെ മേൽനോട്ട ചുമതലയിലായിരുന്നു. അതും അപ്പു ആവശ്യപ്പെട്ടിട്ടാണ്. പക്ഷേ എൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെ ഒരു ദിവസം ആ കുട്ടി അവിടുന്ന് സ്വയം ഡിസ്ചാർജ് വാങ്ങിപ്പോയി. അതിനുശേഷം അപ്പുവിനെക്കുറിച്ച് ഒരു വിവരങ്ങളും എനിക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, അറിയാത്ത ഒരു കാര്യത്തിന് എനിക്ക് താങ്കളെ സഹായിക്കാൻ സാങ്കേതികമായി ബുദ്ധിമുട്ടുണ്ട്. പിന്നെ മനുഷ്യത്വത്തിൻ്റെ പേരിലാണെങ്കിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാൽ അത് താങ്കൾക്ക് പാസ് ചെയ്യുന്നതിൽ എനിക്കൊരു വിരോധമില്ല. ശരി, നിങ്ങളുടെ വാക്കുകൾ ഞാൻ മുഖവിലേക്ക് എടുക്കുന്നുണ്ട്. ഇനി ഒരു അഭിപ്രായം കൂടി ചോദിക്കട്ടെ. അപ്പു മിസ്സിംഗ് ആണെന്ന് കാണിച്ച് പോലീസിൽ ഞാൻ ഫയൽ ചെയ്യാനിരിക്കുന്ന പെറ്റീഷനാണിത്. ഇതിലെൻ്റെ ഭാര്യയും സൈൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ മിസ്റ്റർ നന്ദന് വിരോധമൊന്നുമില്ലല്ലോ? എനിക്കെന്ത് വിരോധം സാർ? നിങ്ങളുടെ രണ്ടുപേരുടെയും തീരുമാനം അങ്ങനെയാണെങ്കിൽ കേസിന്റെ വഴിക്ക് പോയിക്കോട്ടെ. എന്നാലും അമ്പിമാമനും അപ്പുവും എവിടെയുണ്ടെന്ന് നിങ്ങൾ പറയില്ല അല്ലേ? അമ്പി സാറിൻ്റെ കൂടെയാണ് അപ്പു എന്ന് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഇൻഫർമേഷൻ മാത്രമേ എൻ്റെ മുന്നിലുള്ളൂ. അതുകൊണ്ട് സാർ ആദ്യം സാറിൻ്റെ റിലേറ്റീവായ അമ്പി സാറിനെ കണ്ടുപിടിക്കാൻ നോക്ക്. കേസിന് പോകുന്ന കാര്യം അത് കഴിഞ്ഞിട്ട് ആലോചിച്ചൂടെ? ഇനി അതല്ല, കേസാണ് സാറിന് മുഖ്യമെങ്കിൽ അതും ആവാം. പക്ഷേ അങ്ങനൊരു നീക്കം സാറിൻ്റെ പക്ഷത്തു നിന്നും ഉണ്ടെന്നറിഞ്ഞാൽ അപ്പുവിനെ കണ്ടെത്താനുള്ള അവസാനത്തെ ചാൻസ് കൂടെ നഷ്ടപ്പെടും. ഇതെൻ്റെ ഒരു അഭിപ്രായമാണ്. സാറിന് സ്വീകരിക്കാമെങ്കിൽ ആവാം, ഇല്ലെങ്കിൽ തള്ളിക്കളയാം. മിസ്റ്റർ നന്ദൻ, ഇതുവരെയുള്ള സൗഹൃദത്തിന്റെ പേരിൽ ഒരു 2-3 ദിവസം കൂടി ഞാൻ വെയിറ്റ് ചെയ്യാം. അപ്പുവിനെ കുറിച്ച് അതിനുള്ള എന്തെങ്കിലും വിവരം എനിക്ക് കിട്ടിയിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ നിയമത്തിന്റെ വഴി സ്വീകരിക്കും. ഓക്കെ?
മാളുവിനെ കയറി കണ്ടോ? അവള് മമ്മിയോട് സംസാരിച്ചോ? ഇല്ല ജോബിൻ, അവളെ നാളെ കാണാൻ പറ്റുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു. അവള് സഡേഷനില്ല. ആ, ഡോക്ടർ പറഞ്ഞായിരുന്നു. എന്നാലും ഞാൻ കരുതി മമ്മി കയറി കണ്ടിട്ടുണ്ടാവുമെന്ന്. അല്ല, ഇന്നലെ അവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടായോ മമ്മി? മാള് വീഴുകയോ തട്ടിമറിയുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചോ? അങ്ങനെയൊന്നും ഉണ്ടായില്ലെന്ന മുരളിയും അശ്വതിയും ആവർത്തിച്ചു പറയുന്നത്. തന്നെയുമല്ല, മിക്കപ്പോഴും ഇന്ദിരാമ മാളുവിന്റെ കൂടെ തന്നെ കാണുമല്ലോ. അല്ല, ആ സമയത്ത് മാള് റൂമിൽ തനിച്ചായിരുന്നില്ലേ? ഇനി അങ്ങനെ എങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവോ? അല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ വരാൻ എന്റെ അറിവിൽ ഒരു കാര്യമില്ല. എന്തായാലും കൂടുതൽ കോംപ്ലിക്കേഷൻ ആവുന്നതിന് മുമ്പ് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കഴിഞ്ഞത് ഭാഗ്യം. അമ്മയ്ക്കും കുഞ്ഞിനും ഒന്നും പറ്റിയില്ലല്ലോ. മമ്മി എന്താ വല്ലാതിരിക്കുന്നത്? നേരത്തെ ഫോണിൽ സംസാരിച്ചപ്പോഴും ശബ്ദം വല്ലാതിരിക്കുന്നുണ്ടായിരുന്നല്ലോ. ഏയ്, ഒന്നുമില്ല ജോബിൻ. ഞാൻ മാളുവിന്റെ കാര്യം ആലോചിച്ചേ ഉള്ളൂ. മമ്മി, എന്താ? എന്റെ മുഖത്തേക്ക് നോക്കിയേ. എന്താ മമ്മി, മാളുവിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഉണ്ടെങ്കിൽ അതിനോട് തുറന്നു പറയുക. ഇല്ലെന്നേ, ഇല്ല. മാളു ഓക്കെ ആണെന്ന് തന്നെയാ ഡോക്ടറിനോട് പറഞ്ഞത്. നീ വെറുതെ അതും ഇതും ഒന്നും ചിന്തിക്കണ്ട. ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ.
എന്തായി സെലിൻ? ഇടയ്ക്ക് കോൺഷ്യസ് ആവുന്നുണ്ട് ഡോക്ടർ. പിന്നെ എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ട്. ചെറിയ സീഷ്യൂറും ഇടയ്ക്ക് ഉണ്ടാവുന്നുണ്ട്. മാളവിക, 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 ആരെയായി നോക്കുന്നേ? മാളവികയ്ക്ക് ഇതെവിടെയാന്ന് മനസ്സിലായോ? ഞാനിതെവിടെയാ? പേടിക്കണ്ടാട്ടോ, മാളവിക ഇപ്പൊ ഹോസ്പിറ്റലിലാ. എനിക്ക് എന്താ പറ്റിയത്? കുട്ടി ഇന്നലെ ഒന്ന് തല ഇറങ്ങി വീണു. അങ്ങനെ എവിടെ കൊണ്ടുവന്നേ? ഇപ്പോ മാളവിക്ക് വേറെ അസ്വസ്ഥതയൊന്നുമില്ലല്ലോ? ഇന്നലെ ഉറങ്ങാൻ കിടന്നപ്പോ എന്താ സംഭവിച്ചെന്ന് വല്ലതും മാളവിക ഓർക്കുന്നുണ്ടോ? ആ, ഓർക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് വിട്ടേക്ക് കേട്ടോ. മാളവിക കുറച്ചു നേരം കൂടി ഉറങ്ങിക്കോ. അമ്മ ഇവിടെ ഉണ്ടോ? ഉണ്ടല്ലോ. എന്താ, മാളവിക്ക് അമ്മയെ കാണണോ? കാണണം. അമ്മയോട് വരാൻ പറയാം കേട്ടോ. കുട്ടിക്ക് പെയിൻ വല്ലതും തോന്നുന്നുണ്ടോ? ശരി, കിടന്നോ. അമ്മ ഇപ്പൊ വരും. മെഡിസിൻസ് അത് തന്നെ റിപ്പീറ്റ് ചെയ്തോളൂ. പേഷ്യന്റിന്റെ അമ്മ ഇപ്പൊ വരും. അധികം സംസാരിപ്പിക്കാതെ നോക്കണേ. ശരി ഡോക്ടർ. ആ, ഡോക്ടർ, മാളൂരെങ്ങനെയുണ്ട്? ഒരു കുഴപ്പമില്ല. ആളിപ്പോ നല്ല മിടുക്കിയായിരിക്കുന്നു. ഇതേ കണ്ടീഷൻ തന്നെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മാളവിക നമുക്ക് ഉടൻ തന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. കുഞ്ഞിന്റെ കാര്യം അവള് വല്ലതും അറിഞ്ഞോ? അതേപ്പറ്റി എന്തെങ്കിലും ഡോക്ടറോട് അവള് ചോദിച്ചോ? നോ, അതേപ്പറ്റി ഒരു സംസാരവും ഉണ്ടായിട്ടില്ല. ആ കാര്യം മാളവികയുടെ റിവീൽ ചെയ്യാറായിട്ടില്ല. ആ, അമ്മയെ കാണണമെന്ന് പറഞ്ഞു മാളവിക. നോർമലി ഈ സമയത്ത് വിസിറ്റേഴ്സിനെ ഞാൻ അധികം എൻകറേജ് ചെയ്യാറില്ല. പിന്നെ മാളവികയുടേതൊരു സ്പെഷ്യൽ കേസായി പരിഗണിക്കുന്നതുകൊണ്ട് കുറച്ചു നേരത്തേക്ക് ഞാൻ അനുവദിക്കാം. പോയി കണ്ടോളൂ. ആ, പക്ഷെ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം. ഒരു തരത്തിലും പേഷ്യന്റിനെ ഇമോഷണലായി ഡിസ്റ്റർബ് ചെയ്യരുത്. ഒരു നോട്ടം കൊണ്ടുപോലും സംഭവിച്ച കാര്യങ്ങളെപ്പറ്റി മാളവികയ്ക്ക് സൂചന നൽകരുത്. ഓക്കെ ഡോക്ടർ. ഞാൻ ഇത്ര അഡമന്റ് ആവുന്നത് മാളവികയുടെ നല്ലതിനു വേണ്ടിയാട്ടോ. മനസ്സിന് സമ്മർദ്ദമുള്ള ഒരു കാര്യങ്ങളും ഇപ്പൊ മാളവികയ്ക്ക് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. അത് ചിലപ്പോ ആ കുട്ടിയുടെ ഫിസിക്കൽ കണ്ടീഷൻ വീണ്ടും തകരാറിലാക്കിയേക്കും. ബ്ലീഡിംഗ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ അതൊരു കാരണമായേക്കും. ഞാൻ അവളോട് ഒന്നും പറയില്ല ഡോക്ടർ. അല്ലെങ്കിൽ തന്നെ എനിക്കതിന് കഴിയില്ല. ശരി, പോയി കണ്ടോളൂ. ഡോക്ടർ, ഞാനും കൂടി ഒന്ന്. നോ, തൽക്കാലം ഒരാളെ അനുവദിക്കാനേ പറ്റൂ. അമ്മയ്ക്ക് മാളുവിനെ റൂമിൽ കൊണ്ടുവരുമ്പോ കാണാലോ. എങ്കിൽ പിന്നെ അത് മതി. കൊച്ചിനെ ഞാനൂടൊന്ന് കണ്ടെന്ന് കരുതി എന്തു മലമറിഞ്ഞു വരാനാണാവോ? വെറുതെ ഓരോരോ കാട്ടായങ്ങള്.